ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും അറിയാം ഉമവി കാലഘട്ടത്തിലെ കവിത എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന്. അതിൽ തന്നെ നമ്മൾക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു പേരാണ് ജരീർ ഇബ്നു അത്തിയ. അപ്പോൾ ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയും അദ്ദേഹത്തെ പ്രശസ്തനാക്കിയ കവിതകളിലൂടെയും ഒന്ന് സഞ്ചരിക്കാം. ഈ ചോദ്യം ഒന്നാലോചിച്ചു നോക്കൂ. വെറുമൊരാട്ടിടയന്റെ മകൻ എങ്ങനെയാണ് താൻ ജീവിച്ച കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കവികളിൽ ഒരാളായി മാറിയത്? ഇതൊരു സിനിമാ കഥ പോലെയുണ്ടല്ലേ? സാധാരണക്കാരനായി ജനിച്ച് വാക്കുകളുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രം സാമ്രാജ്യങ്ങളെ വിറപ്പിച്ച ജരീറിന്റെ ആ അവിശ്വസനീയമായ ജീവിതയാത്രയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ഈ ഒരു വിശകലനത്തില് ആദ്യം നമ്മള് ജരീർ ആരാണെന്ന് നോക്കും. അദ്ദേഹത്തിന്റെ തുടക്കം എവിടെയായിരുന്നു? പിന്നെ ഖലീഫമാരുടെ പ്രിയപ്പെട്ട കവിയായി അദ്ദേഹം മാറിയതെങ്ങനെ? അതുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം, അതായത് ആക്ഷേപഹാസ്യം അഥവാ ഹിജായിനെപ്പറ്റി സംസാരിക്കും. അവസാനം അദ്ദേഹത്തിന്റെ ജീവിതവും മരണവും ബാക്കിവച്ച പൈതൃകവും നമ്മൾ ചർച്ച ചെയ്യും. ശരി, നമുക്ക് തുടങ്ങാല്ലേ. ആരായിരുന്നു ഈ ജരീർ? എവിടെ നിന്നാണ് അദ്ദേഹം വരുന്നത്? നമുക്ക് അദ്ദേഹത്തിന്റെ ജന്മനാടായ യമാമയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബൂ ഹർസ ജരീർ ഇബ്നു അതിയ അൽ ഖത്ഫി അത്തമീമി എന്നാണ്. ജനിച്ചത് യമാമയില്. ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം 7 മാസം തികയും മുൻപേ ജനിച്ച ഒരു കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പ്രധാന തൊഴിൽ ആടിനെയും ഒട്ടകത്തെയും മേയ്ക്കുന്നതായിരുന്നു. എന്നുവെച്ചാൽ വളരെ സാധാരണമായ ഒരു പശ്ചാത്തലം. പക്ഷെ കവിത അദ്ദേഹത്തിന്റെ രക്തത്തിൽ തന്നെയുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ അമ്രും അബൂവർദും കവികളായിരുന്നു. ഈയൊരു പോയിന്റ് ഓർത്തുവെക്കണം. ഇനി നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഈ സാധാരണക്കാരനായ കവി ഉമവി ഖിലാഫത്തിലെ അധികാരത്തിന്റെ കേന്ദ്രങ്ങളിലേക്കെത്തുന്നത്? തന്റെ കവിതയെ അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയമായി ഉപയോഗിച്ചത്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഒരു റോളർ കോസ്റ്റർ പോലെയായിരുന്നു. തുടക്കത്തിൽ ഉമയ്യ സുബൈർ തർക്കത്തിൽ അദ്ദേഹം ഇബ്നു സുബൈറിന്റെ പക്ഷത്തായിരുന്നു. പിന്നീട് അദ്ദേഹം യമാമ വിട്ട് ബസ്രയിലേക്ക് പോയി. അവിടെ വെച്ചാണ് അക്കാലത്തെ ഏറ്റവും ശക്തനായ ഗവർണർ ഹജ്ജാജ് ബിൻ യൂസുഫുമായി ബന്ധം സ്ഥാപിക്കുന്നത്. പക്ഷേ ഉമർ ബിൻ അബ്ദുലസീസ് ഖലീഫയായപ്പോൾ കാര്യങ്ങൾ ആകെ മാറി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഉമർ ബിൻ അബ്ദുലസീസ് വളരെ ഭക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന് കവികൾക്ക് രാജ്യത്തിന്റെ പണം സമ്മാനമായി കൊടുക്കുന്നതിൽ ഒരു താൽപ്പര്യവുമില്ലായിരുന്നു. ജരീർ അദ്ദേഹത്തിന്റെ സദസ്സിൽ വന്ന് മനോഹരമായ ഒരു കവിത ചൊല്ലിയെങ്കിലും ഖലീഫ വളരെ മാന്യമായി ക്ഷമ ചോദിച്ച് അദ്ദേഹത്തിന് സമ്മാനം നൽകാതെ തിരിച്ചയച്ചു. ആ കാലഘട്ടത്തിലെ മൂല്യങ്ങൾ മാറുന്നതിന്റെ ഒരു സൂചനയായിരുന്നു അത്. ഇപ്പോൾ നമ്മൾ വരുന്നത് ജരീറിനെ ജരീറാക്കിയ വിഷയത്തിലേക്കാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തിയുടെ അടിസ്ഥാനം അദ്ദേഹത്തിന്റെ ഹിജാ അഥവാ ആക്ഷേപഹാസ്യമാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം. ഇത് അറബി സാഹിത്യത്തിലെ തന്നെ ചില ഐതിഹാസികമായ കാവ്യപോരാട്ടങ്ങൾക്ക് വഴിവെച്ചു. ഇവിടെയാണ് കഥയിലെ മറ്റേ പ്രധാന കഥാപാത്രം വരുന്നത്, അൽ ഫറസ്തക്, ജരീറിന്റെ ആജീവനാന്ത ശത്രു. ഇവർ തമ്മിലുള്ള കാവ്യപോരാട്ടങ്ങൾ അറബി സാഹിത്യത്തിൽ നഖായിദ് എന്ന പ്രത്യേക വിഭാഗത്തിലാണ് അറിയപ്പെടുന്നത്. ഒരേ മീറ്ററിൽ ഒരേ വിഷയത്തിൽ പരസ്പരം പാര വെച്ചുകൊണ്ടുള്ള കവിതകളാണിത്. നിങ്ങളുടെ UGC നെറ്റ് പരീക്ഷയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ഒരൊറ്റ വാക്കിന്റെ ശക്തി നിങ്ങൾ നോക്കൂ. ജരീർ ഫറസ്തക്കിനെ വിളിച്ചത് ഇബ്നുൽ കൈൻ എന്നാണ്, അതായത് കൊല്ലന്റെ മകൻ എന്ന്. ഫറസ്തക്കിന്റെ പൂർവികരിൽ ഒരാൾ ഒരു കൊല്ലനായിരുന്നു. അക്കാലത്ത് ഒരാളുടെ തറവാടിനെ ഇകഴ്ത്തി സംസാരിക്കുന്നത് ഏറ്റവും വലിയ അപമാനങ്ങളിൽ ഒന്നായിരുന്നു. വാക്കുകൾ എത്ര മൂർച്ചയോടെയാണ് ജരീർ ഉപയോഗിച്ചതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ഈ യുദ്ധം ജരീറും ഫറസ്തക്കും തമ്മിൽ മാത്രമായി ഒതുങ്ങിയില്ല. അക്കാലത്തെ മറ്റൊരു പ്രമുഖ കവിയായ അർ-റാഇ അന്നുമേരി ഫറസ്തക്കിന്റെ കൂടെ ചേർന്ന് ജരീറിനെതിരെ തിരിഞ്ഞു. ഇപ്പോ പോരാട്ടം 1-2 ആയി.
ഇതിന് ജരീർ നൽകിയ മറുപടി നിസ്സാരമായിരുന്നില്ല. അദ്ദേഹം ഒരു സാധാരണ മറുപടിയല്ല കൊടുത്തത്. അറബി അക്ഷരമാലയിലെ ബാ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന അതിശക്തമായ ഒരു കവിത കൊണ്ടാണ് അദ്ദേഹം തിരിച്ചടിച്ചത്. ആ കവിതയ്ക്ക് പിന്നീട് 2 പേടിപ്പിക്കുന്ന പേരുകൾ കിട്ടി. ശ്രദ്ധിച്ചു കേൾക്കണം, ആ കവിതയുടെ ഒരു പേര് അൽ ഫാലിഹ എന്നായിരുന്നു, അതായത് നാണം കെടുത്തുന്നത് എന്ന്. കാരണമത് റായി അന്നുമൈരിയെ സമൂഹത്തിൽ പൂർണ്ണമായും അപമാനിതനാക്കി. രണ്ടാമത്തെ പേര് അതിലും ഭയാനകമായിരുന്നു, അദ്ദമ്മാഗ്, അതായത് തലച്ചോറിന് പ്രഹരമേൽപ്പിക്കുന്നത്. ആ കവിത കേട്ട ആഘാതത്തിൽ റായി അന്നുമൈരി ദുഃഖം കൊണ്ട് മരിച്ചുപോയി എന്നുവരെ ഒരു പറച്ചിലുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, വാക്കുകൾക്കന്ന് എന്തുമാത്രം ശക്തിയുണ്ടായിരുന്നുവെന്ന്. ശരി, ആ തീ പാറുന്ന പോരാട്ടങ്ങളിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരാം. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? അദ്ദേഹം സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? ആക്ഷേപഹാസ്യം കൊണ്ട് എതിരാളികളെ കീറിമുറിച്ച ആ കവിക്ക് വളരെ ലോലമായ ഒരു മനസ്സുമുണ്ടായിരുന്നു. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖാലിദ ബിൻത് സാദിന്റെ മരണത്തിൽ വിലപിച്ച് അദ്ദേഹം എഴുതിയ അൽ ഹൗസ എന്ന വിലാപകാവ്യം. അദ്ദേഹത്തിന്റെ ഉള്ളിലെ സ്നേഹവും ദുഃഖവും ആ കവിതയിൽ നമുക്ക് കാണാൻ കഴിയും. ഹിജറ 114 അല്ലെങ്കിൽ 115 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. പരീക്ഷയ്ക്ക് വേണ്ടി ഈ വർഷം ഒന്ന് ഓർത്തുവെക്കുന്നത് നല്ലതാണ്. അദ്ദേഹത്തിന്റെ ജീവിതകഥയിലെ ഏറ്റവും കാവ്യാത്മകമായൊരു അന്ത്യം എന്താണെന്ന് വെച്ചാൽ, തന്റെ ആജീവനാന്ത എതിരാളിയായിരുന്ന ഫറസ്ദക് മരിച്ചു കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്റെ ജന്മനാടായ യമാമയിൽ വെച്ച് ജരീറും മരണപ്പെട്ടു. അവരുടെ ജീവിതം പോലെ തന്നെ മരണവും എന്തോ ഒരു തരത്തിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടതുപോലെയായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു ചോദ്യം ബാക്കിയാവുന്നു. നൂറ്റാണ്ടുകൾക്കിപ്പുറവും എന്തുകൊണ്ടാണ് ജരീറിന്റെ കവിതകളുടെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആക്ഷേപഹാസ്യത്തിന്റെ അലയൊലികൾ അറബി സാഹിത്യലോകത്ത് ഇന്നും മുഴങ്ങിക്കേൾക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോൾ നിങ്ങൾക്ക് ജരീറിനെയും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.